ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബെവ്കോ. വിഷയത്തിൽ ബെവ്കോ എം ഡി സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 3 വർഷം മുൻപും സർക്കാരിനോട് ബെവ്കോ അനുമതി തേടിയിരുന്നെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണമെന്നാണ് വ്യവസ്ഥ. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ബെവ്കോ ഓൺലൈനായി മദ്യവിൽപ്പന നടത്താനുള്ള അനുമതി നേടിയിട്ടുണ്ട്. സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബെവ്കോ എം ഡി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈനായി മദ്യവിൽപ്പന നടത്തുമ്പോൾ ഈ പ്രായം തെളിയിക്കണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പാകുമെന്നുള്ള ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. എന്താണ് നിലവിൽ നൽകിയിരിക്കുന്ന ശുപാർശയിലെ കാര്യങ്ങൾ? ഈ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറയുന്ന പോലെയാണ് ജിൽസി സംഭവം. ബെവ്കോ കാലത്തിനനുസരിച്ച് അതിന്റെ രീതികൾ മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് ഇതേപോലെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് കോവിഡ് കാലത്ത് മദ്യശാലകൾ അടച്ചിട്ട സമയത്ത് മദ്യം ഓൺലൈനായി നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അന്ന് പക്ഷേ ആ ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് സമയം അനുവദിച്ചിട്ട് സമയത്തിനുള്ളിൽ പോയി മദ്യം വാങ്ങിക്കുക എന്നുള്ള തീരുമാനമാണ് അന്ന് നടപ്പാക്കിയത്. പക്ഷെ ഇപ്പോ കാലം പൂർണ്ണമായും ഓൺലൈനിലേക്കും മറ്റും മാറിയ പശ്ചാത്തലത്തിൽ അതിനനുസരിച്ച് മാറണം എന്നുള്ള ശുപാർശയാണ് ബെവ്കോ എം ഡി അർഷിത അട്ടല്ലൂരി സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഓൺലൈനായിട്ട് മദ്യം നൽകുക എന്നുള്ളതാണ് ആ ശുപാർശയിൽ പറയുന്നത്. സ്വിഗ്ഗി അടക്കമുള്ള ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ അവർ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ 23 വയസ്സാണ് നിലവിൽ മദ്യം വാങ്ങാനുള്ള പ്രായപരിധി. അത് വാങ്ങുന്നയാൾക്ക് ആ പ്രായം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ID കാർഡ് മദ്യം നൽകുന്നതിന് മുമ്പ് ഈ പ്രായം തെളിയിക്കുന്ന ID കാർഡ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നൽകണം എന്നുള്ളതാണ് ആ ശുപാർശയിൽ പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു ആപ്പ് ഇതിനു വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ആപ്പ് ഒരു 10 ദിവസത്തിനുള്ളിൽ ആപ്പ് തയ്യാറായി വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അനുമതി ബെവ്കോ നൽകിയിട്ടുണ്ട്. ഇത് ആപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ അതിന്റെ ആ പ്രോഡക്റ്റ് ബെവ്കോയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ മാത്രമേ അത് പൂർണ്ണ തോതിൽ അതിന്റെ ഒരു പ്രവർത്തന സജ്ജമായി വരികയുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അർഷിത അട്ടല്ലൂരി ഒരു ശുപാർശയായിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. സർക്കാരാണ് ഇതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗമാണ് ഇതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല ഈ തീരുമാനം. വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഈ 23 വയസ്സെന്ന് പറയുന്നത് പ്രായം തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ ഒരുപാട് തിരിമറികളൊക്കെ നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരു വശത്ത് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണമൊക്കെ നടത്തുമ്പോൾ മറുവശത്ത് ഓൺലൈനായി കൂടി സജീവമാക്കുന്നു, മദ്യവിൽപ്പന തുടങ്ങിയ വിമർശനങ്ങളൊക്കെ നേരിടണം. അപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുമോ എന്നുള്ളതാണ് ഇനി നിർണായകം, അല്ലേ? അതെ, സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മദ്യവർജനം അല്ല, മദ്യം ഘട്ടഘട്ടമായി കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ നയം എന്നുള്ളത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മദ്യ നിരോധനത്തിലേക്ക് അവർ പോകുന്നില്ല എന്ന് LDF സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനിടയിൽ ഓൺലൈനായി മദ്യം വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വിമർശനങ്ങൾ അതിനെ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും. അതിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമോ എന്നുള്ളത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യമാണ്. പിന്നീട് ഒരു ശുപാർശ കൂടിയുണ്ട് ജിൽസി. വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കണം എന്നാണ് ബെവ്കോ നൽകിയിരിക്കുന്ന മറ്റൊരു ശുപാർശ. മദ്യവിൽപ്പന കൂട്ടാൻ ആവശ്യമാണ് ഇത്. അത് ടൂറിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം കൂടി ഇറക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട്. 2024-25 വർഷത്തിൽ 9,700 കോടിയാണ് മദ്യവിൽപ്പന ഉണ്ടായത്. മദ്യവിൽപ്പനയിലെ നയത്തിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ 2,000 കോടി രൂപയുടെ കൂടി അധിക വരുമാനം ഉണ്ടാകും എന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നീടുള്ളത് വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണം എന്നുള്ള ആവശ്യം കൂടി ബെവ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സമൂലമായ ഒരു മാറ്റം വേണം എന്നുള്ളതാണ് ബെവ്കോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ച പോലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതിനെ മറികടന്നുകൊണ്ട് സർക്കാർ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സർക്കാരിന്റെ കോട്ടിലാണ് ഇപ്പോൾ പന്തിരിക്കുന്നത്. ഒരു തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ബെവ്കോ ഓൺലൈനായി മദ്യവിൽപ്പന നടത്തണം എന്നുള്ളൊരു ശുപാർശയാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കടുപ്പമേറിയ ഒരു തീരുമാനമാകും. വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ മദ്യമൊക്കെ സുലഭമായി നൽകുന്നത് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത്. എന്തായാലും ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകും. അതെപ്പോഴുണ്ടാകും? മന്ത്രിസഭാ യോഗം ആ ഒരു അനുകൂല തീരുമാനമെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ വലിയ വിമർശനങ്ങൾ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തി വേണം ഈ വിഷയങ്ങളെ കാണാനെന്ന് തോന്നുന്നു. എന്തായാലും